ഹായ് ഹലോ, ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ രാവിലെ രേവതി മുറ്റമൊക്കെ അടിക്കുകയാണ്. അത് കണ്ട് സച്ചി ഓടി വന്ന് ചൂലൊക്കെ പിടിച്ച് വാങ്ങുന്നുണ്ട്. എന്താ രേവതി ഈ കാണിക്കുന്നത്, നിനക്കിതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടെ എന്നും പറഞ്ഞ് ചൂല് പിടിച്ചു വാങ്ങുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ ഈ കാണിക്കുന്നത്, സച്ചിയേട്ടാ ചൂലിങ്ങതാ, നിങ്ങൾക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ രേവതി. ഞാൻ അടിച്ചു വാരിയാൽ എന്താ കുഴപ്പം, എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്ക് അടിച്ചു വാരാൻ പാടില്ല എന്നും പറഞ്ഞ് സച്ചി തന്നെ അടിച്ചു വാരുകയാണ്. പിന്നെ കാണിക്കുന്നത് രവിയേട്ടൻ രേവതിയോട് പറയുന്നുണ്ട്, ഓരോ ദിവസവും കൂടുന്തോറും സച്ചിക്ക് മോളോടുള്ള സ്നേഹം കൂടി വരികയാണ്. എന്നിട്ട് രവിയേട്ടൻ രേവതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല പെട്ടെന്ന് സച്ചിക്ക് മോളോട് ഇത്രയധികം സ്നേഹം തോന്നാൻ കാരണം എന്താ? അന്നേരം രേവതി പറയുന്നുണ്ട്, എനിക്കറിയില്ല അച്ഛാ, 2-3 ദിവസമായിട്ട് സച്ചി ഏട്ടൻ ഇങ്ങനെയാ, എന്നോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹവും ഭയങ്കരമായിട്ടുള്ള കെയറിങ്ങും ഒക്കെയാണ് എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മേലെ സച്ചിക്കും രേവതിക്കും റൂം കെട്ടാൻ വേണ്ടി എഞ്ചിനീയറൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അളക്കലും പിടിക്കലും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ രാത്രിയാണ് കാണിക്കുന്നത്. രാത്രിയിൽ എല്ലാവരും ചേർന്ന് വട്ടമേശ സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവള് ചെറ്റക്കുടിയിൽ നിന്ന് വന്നവളല്ലേ, ഇവൾക്കൊക്കെ എന്തിനാ വാർപ്പ് ഓലപ്പുര തന്നെ ധാരാളം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് ആകെ പൊട്ടിത്തെറിച്ച് കല്ലിപൂണ്ട് നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.